ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഒരു എ സി ആട്ടാ. കണ്ടാ, ഇത് നമ്മൾ പി വി സിയുടെ പൈപ്പ് കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ ബോഡി. ഇത് റീചാർജബിൾ ആയിട്ട് നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കണ്ടാ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം ഇങ്ങനത്തെ ഒരു പൈപ്പാട്ടാ. ഇതിപ്പോൾ ഒരു 3 ഇഞ്ചിൻ്റെ പൈപ്പായിട്ട് തരുത്താണ്. കണ്ടാ, അതിൻ്റെ നടുക്കിൽ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക അച്ചപ്പിളോട് ആദ്യം. അത് കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് ചൂടാക്കി ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനത്തെ ഒരു 2 വേണം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ 2 എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഓരോടുത്തിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഒന്നിങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുക. കണ്ട, ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം ഒന്ന് മുറിച്ചളയാം. വേണ്ട, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്രയും ഭാഗം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടി 2 ഇങ്ങനെ ചെരിച്ച് മുറിച്ചെടുത്ത് തന്നെ ഇട്ടാ. 2 ഈ ഷീറ്റിൽ തന്നെ ചെയ്തെടുത്തുന്നത്. അത് നമ്മൾ നേരെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ചിട്ട് തന്നെ ഇട്ടാ. കണ്ട, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു നീളത്തിലുള്ള ഷീറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ടിട്ട് ഒട്ടിച്ചെടുക്കണേ. ഇപ്പോൾ അത് ഒട്ടിച്ചിട്ട് തന്നെ ഇട്ടാ. അത് കഴിഞ്ഞിട്ട് ഈ നീളത്തിലുള്ള ഈ പി വി സിയുടെ ഷീറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഗ്രില്ല് പോലെ ഉണ്ടാക്കിയിട്ട് തന്നെ ഇടാം. അത് നമ്മൾ നേരെ നമ്മളിവിടെ മുറിച്ചില്ലേ, ഈ മുറിച്ച സ്ഥലത്ത് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് ആദ്യം ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആ കറക്റ്റ് ഷേപ്പ് കിട്ടും കേട്ടോ. കണ്ട, ഇങ്ങനെ ഒന്ന് ആദ്യം ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനത്തെ 2 ചെറിയ പീസ് ഈ സൈഡിലും ആ സൈഡിലായിട്ടൊന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ചിട്ട് തന്നെ ഇട്ടാ. കണ്ട, അത് കഴിഞ്ഞിട്ട് 2 കൂളിംഗ് ഫാൻ എടുത്ത് തന്നെ ഇട്ടാ. അത് കഴിഞ്ഞിട്ട് ഒരു പി വി സിയുടെ ഷീറ്റ് തന്നെ ഇങ്ങനെ നീളത്തിലൊന്ന് മുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കുക. എന്നിട്ട് ഈ കൂളിംഗ് ഫാൻ ഇതിനടിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. 2 ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഇവിടെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതിങ്ങനെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 2 ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്ന് നടുക്ക് ഈ ഗ്യാപ്പ് ഉണ്ടോ, ആ ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് തന്നെ ഇട്ടാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ബോഡി മൊത്തം ഒന്ന് സാൻഡ് പേപ്പർ തെറിച്ചൊന്ന് സ്മൂത്താക്കിയിട്ട് തന്നെ ഇട്ടാം. അത് കഴിഞ്ഞിട്ട് 2 ഹോൾഡർ കേട്ടോ, നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ ഹോൾഡർ കേട്ടോ. 2 സെല്ലിൻ്റെ 2 എടുത്തിട്ടുണ്ടാകും. നമ്മൾ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാണ്ട് വയറൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് 4 ബാറ്ററി എടുക്കുക. എന്നിട്ട് ആ ഹോൾഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ തന്നെ അപ്പുറത്തേലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വേണ്ട, ഇപ്പോൾ സംഭവം 2 അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതിക്കൂടെ കാറ്റൊന്ന് ഇതിക്കൂടെ ആയിട്ട് പോണേ. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണേ. കണ്ട, ഇത് തണുപ്പിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഐസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തണുത്ത കാറ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ എ സിയുടെ പണി ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ഓണാക്കി കൊടുത്താൽ നല്ല തണുത്ത കാറ്റ് വരും കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ എ സി ആയിട്ടത്. ഇതിപ്പോൾ മുറിയിലുള്ളിടത്ത് കൊണ്ടുവച്ചാൽ നല്ല തണുപ്പിട്ട് കേട്ടോ. ഈ ടെമ്പറേച്ചർ കുറയണോ കേട്ടോ. ഇപ്പോൾ വേണ്ട, കുറയണോണ്ടാ. ഇതൊരു പേപ്പർ ഇങ്ങനെ വയ്ക്കുമ്പോൾ കാണാതെ അത്യാവശ്യം നല്ല പവറിന് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കാറ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ബാറ്ററിയിൽ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് 12 വോൾട്ടിന് അഡാപ്റ്റർ വെച്ചും ഇത് വർക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. കേട്ടോ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനങ്ങൾ നമ്മുടെ അപ്പോൾ നമുക്ക് എടുത്തെടുക്കണം.